ഇന്ന് നമ്മളൊരു കുടുംബാമ്പലത്തിൽ പോവാണേ. അമ്മയുടെ കുടുംബത്ത്. അമ്മയുടെ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അമ്മമ്മയുടെ കുടുംബത്തിൽ പോകുമെന്ന് പറയുന്നതായിരിക്കും. ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് പിന്നെ അമ്മാവനും വല്യമ്മയും അമ്മായിയും അനിയനും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത്. സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും അവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ള ചെറിയൊരു ഓർമ്മയല്ലാതെ പിന്നീട് ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അവിടെ കുടുംബാമ്പലമൊക്കെ ആയി, മാസത്തിൽ അവിടെ പൂജയും വഴിപാടും ഒക്കെ ഉണ്ട്. ഇവരെല്ലാം പോയിട്ടുണ്ട്. ഞാൻ അമ്പലമൊക്കെ ആയതിനു ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മുടെ കണക്കാണ് അവിടെ വിളക്കൊക്കെ വെക്കുകയൊക്കെ ചെയ്യുന്നത്. ചെന്നത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ കുടുംബത്തിൽ കുറേ നേരം ഇരുന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ പോയി. ആദ്യം ഒരു കാവിലോട്ടാണ് പോയത്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നതും കാവ്യ വിളക്ക് കത്തിക്കാൻ വന്നത് അപ്പോഴത്തേക്ക് മഴയായി. ഞങ്ങളെന്നാ പോയി കത്തിച്ചിട്ട് വരാം. മഴ നല്ല മഴയുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഈ കാവിൽ വിളക്ക് കത്തിച്ചിട്ട് വേണം കുടുംബക്ഷേത്രത്തിലോട്ട് പോകാൻ. പിന്നെ അവിടെ പോയി അമ്മാവനും ഞാനിവിടെ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ അവരും വന്ന് തൊഴുത് ഫുള്ള് നനഞ്ഞെന്ന് പറഞ്ഞതാ. ഫുള്ള് കോളം ഇവിടെ സ്ഥലം കാണാൻ കൊള്ളാം. ഇത് തറവാടല്ലേ? അതുകൊണ്ടൊരു ഇല്ല പോലെ അങ്ങനെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് അമ്പലമാക്കിയത്. അങ്ങനെ ഞങ്ങൾ അവസാനം അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വരും. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഒരു വീട്ടിലൊക്കെ കയറി നിൽക്കേണ്ടി വന്നു. കാരണം അമ്മാതിരി മഴയായിരുന്നു. പിന്നെ മഴയൊന്ന് ചെറുതായിട്ടൊന്ന് തോർന്നപ്പോൾ പിന്നെ നമ്മൾ അമ്പലത്തിലോട്ട് വന്നു. എല്ലാം അടുത്തടുത്തായിരുന്നു. ഇതാണ് നമ്മുടെ കുടുംബം. കോട്ടൂർ കുടുംബം എന്നാണ് പേര്. ഇവിടെ ദേവിയുടെ ഒരു പ്രതിഷ്ഠയും പിന്നെ 3 ഉപദേവതകളും ഉണ്ട്. എല്ലായിടത്തും പോയി വിളക്കൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എല്ലായ്പ്പോഴും ഒന്നും അമ്പലം തുറക്കത്തില്ല. വിശേഷാൽ പൂജയ്ക്കൊക്കെ തുറക്കത്തുള്ളൂ. രാമായണ മാസം ആയതുകൊണ്ട് ഇവിടെ പിന്നെ വായനയൊക്കെ ഉള്ളതുകൊണ്ട് വിളക്ക് കത്തിയൊക്കെ ഉണ്ട്. കോട കൈ വെച്ചിട്ട് നനഞ്ഞു വരുന്ന 3 എണ്ണം. അതെ അതെ അതെ. അതുകൊണ്ടാണ് കുട കൈ വെച്ചിട്ട് നനഞ്ഞോണ്ട് വരുന്നത്. എനിക്ക് കുട കിട്ടിയപ്പോൾ നല്ല രസമുണ്ട്. അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങിയതിന് ശേഷവും നല്ല മഴച്ചാറ്റിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നത് നമ്മുടെ കുടുംബത്തോടാണ്. അമ്മയുടെ അമ്മാവൻ്റെ കുടുംബത്തിൽ. അവിടെ ഒത്തിരി നാളിന് ശേഷം വരുമായതുകൊണ്ട് അവിടെ എല്ലാവരോടും കാര്യം പറഞ്ഞിട്ട് കുറേ നേരം ഇരുന്നു. അവിടെ എനിക്ക് 2 കുട്ടി കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരാൾ കഷ്ടപ്പെട്ട് വലിയ പാടമൊക്കെ വരച്ചിരിക്കുന്നു. ഇത് വരയ്ക്കുന്നത് ഇവരാണ് എൻ്റെ കസിൻ തക്കടും കാത്തും. തക്കടും നന്നായിട്ട് പടമൊക്കെ വരയ്ക്കും. അവൾ എന്നെ വരച്ച പടമൊക്കെ കൊണ്ട് കാണിക്കായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് തിരിച്ച് വല്യമ്മയുടെ വീട്ടിൽ പോയി കുബുവിനെയൊക്കെ കണ്ടിട്ടാണ് പിന്നെ വീട്ടിലോട്ട് പോയത്.